ജൂലൈ 16 ബുധനാഴ്ച. മത്തായി 11:25 മുതൽ 27 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഇസ്രായേലിൻ്റെ വടക്ക് പടിഞ്ഞാറൻ തീരത്ത് സ്റ്റെല്ല മാരിസ് എന്ന ലാറ്റിൻ പേരുള്ള ഒരു കർമ്മലീത്ത ആശ്രമം സ്ഥിതി ചെയ്യുന്നു. കടലിൻ്റെ നക്ഷത്രം എന്നാണ് ആ പേരിനർത്ഥം. ദൈവത്താൽ പ്രചോദിതനായി ഏലിയ പ്രവാചകൻ ബാലിൻ്റെ 450 പ്രവാചകന്മാരെ മരണ മത്സരത്തിൽ വെല്ലുവിളിച്ചത് ഇവിടെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ഗുഹയിലാണ് ഇന്ന് ഈ ആശ്രമ സ്ഥിതി നിർമ്മിച്ചിരിക്കുന്നത്. ഏലിയായുടെ കാലത്തിന് ശേഷം മറ്റ് സന്യാസിമാർ ഏലിയായെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ എലീഷയെയും അനുകരിച്ച് കാർമൽ പർവ്വതത്തിലെ ഗുഹകളിൽ സന്യാസിമാരായി ജീവിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവർ ക്രിസ്തു വിശ്വാസം സ്വീകരിച്ച് കർത്താവിൻ്റെ കാലം മുതൽ ഈ പുണ്യപർവ്വതത്തിൽ താമസിച്ചിരുന്നുവെന്ന് ചില പാരമ്പര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും 13-ാം നൂറ്റാണ്ട് മുതൽ മാത്രമേ ലിഖിത രേഖകൾ അവരുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നുള്ളൂ. 1209 കാർമലൈറ്റുകൾ എന്നറിയപ്പെടുന്ന കന്യാമറിയത്തിൻ്റെ സഹോദരന്മാരുടെ ഒരു സഭ രൂപീകരിച്ചു. അവരുടെ ആദ്യ പ്രവൃത്തികളിലൊന്ന് ഈ കടലിൻ്റെ നക്ഷത്രമായ സ്റ്റെല്ല മാരിസിൻ്റെ ഓർമ്മയ്ക്കായി മറിയത്തിന് ഒരു ചാപ്പൽ സ്ഥാപിക്കുക എന്നതായിരുന്നു. 1247 കാർമലൈറ്റ്സിൻ്റെ അന്നത്തെ സുപ്പീരിയർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട 82 വയസ്സുണ്ടായ സൈമൺ സ്റ്റോക്കിന് സഭയ്ക്കുള്ളിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കാൻ സഹായിക്കുന്നതിനായി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം തേടി 1251 പരിശുദ്ധ കന്യാമറിയം ഒരു കൈയിൽ ശിശുവായ യേശുവിനെയും മറുകൈയിൽ തവിട്ട് നിറത്തിലുള്ള ഒരു സ്കാപ്പുലറും പിടിച്ചുകൊണ്ട് സൈമണിന് പ്രത്യക്ഷപ്പെട്ടു. മാതാവ് അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മകനെ, നിന്റെ കൽപ്പനയുടെ ഈ സ്കാപ്പുലർ സ്വീകരിക്കുക. ഇത് നിനക്കും എല്ലാ കർമ്മലീയർക്കും ഒരു പദവിയായിരിക്കും. ഇത് ധരിച്ച് മരിക്കുന്ന ആർക്കും ഒരിക്കലും നിത്യാഗ്നി അനുഭവിക്കേണ്ടി വരില്ല. ഇത് രക്ഷയുടെ അടയാളവും അപകടത്തിലൊരു സംരക്ഷണവും സമാധാനത്തിൻ്റെ പ്രതിജ്ഞയുമായിരിക്കും. തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ കർമ്മലീത്തർ പരിശുദ്ധ കന്യാമറിയത്തോട് ആഴമായ ഭക്തി വളർത്തിയെടുത്തു. പ്രത്യേകിച്ച് ഉത്തരീയം ധരിക്കുകയും അവളുടെ ബഹുമാനാർത്ഥം ആരാധനക്രമങ്ങൾ വികസിപ്പിക്കുകയും ചെയ്തു. 1726 ബെനഡിക്ട് 13 മാർപ്പാപ്പ പരിശുദ്ധ അമ്മയോടുള്ള ഈ കർമ്മലീത്ത ഭക്തി അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ എന്ന പേരിൽ സഭയുടെ സാർവത്രിക കലണ്ടറിൽ ഉൾപ്പെടുത്തി. ഇന്ന് നമുക്ക് പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ ഭക്തിയെക്കുറിച്ച് ചിന്തിക്കാം. നിങ്ങൾ ഈ ഉത്തരീയം ധരിക്കുകയാണെങ്കിൽ ഈ വിശുദ്ധ ഭക്തിയിലൂടെ ലഭിക്കുന്ന മാതാവിൻ്റെ മാതൃത്വപരമായ മധ്യസ്ഥതയിലുള്ള നിങ്ങളുടെ വിശ്വാസം പുതുക്കുക. ഇതുവരെ ഉത്തരീയം ധരിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെ ചെയ്യുന്നത് അവളോടുള്ള നിങ്ങളുടെ
ആന്തരിക ഭക്തിയുടെയും മാതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിൻ്റെയും ബാഹ്യ അടയാളമായി പരിഗണിക്കുക. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.